ഇപ്പോൾ ബി.ജെ.പി. നേതാവായ വിപിൻ കൂടിയടുത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിപിൻ, നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രണയം നടിച്ച് മതം മാറുന്ന സംഭവം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോതമംഗലത്ത് ലവ് ജിഹാദിനിരയാക്കപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമാകുകയാണ്. വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇതിനെതിരെ ഉയരുന്നതെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക നായകരോ രാഷ്ട്രീയക്കാരോ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ദേശീയ തലത്തിൽ കൂടി ഇത് വലിയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. കേരള സ്റ്റോറിയുടെ സംവിധായകൻ സുദീപ് തോസൻ ഇതിനെതിരെ പ്രതികരണവുമായി എത്തി. കാരണം ഒരു സമൂഹം, അതും വിദ്യാസമ്പന്നരായ ഒരു സമൂഹമാണ് ഇതിനെതിരെ പ്രതികരിക്കാതെ നിശബ്ദമായി നിലകൊള്ളുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർ പ്രതികരിക്കാത്തത് എന്നാണ് അദ്ദേഹം ആശ്ചര്യത്തോടു കൂടി ചോദിക്കുന്നത്. വാസ്തവത്തിൽ കേരളം നേരിടുന്ന ഈ വിപത്തിനെതിരെ എന്തുകൊണ്ടാണ് പൊതുസമൂഹം ഇങ്ങനെ നിശബ്ദത പാലിക്കുന്നത്? എത്രയോ പെൺകുട്ടികളാണ് ഈ ചതിക്കുഴിയിൽ പെടുന്നത്. ഇവർ ആരെയാണ് ഭയക്കുന്നത്? ഇതിനെതിരെ പ്രതികരിക്കാൻ ആരും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഈ വിഷയത്തില് ബി.ജെ.പി. വളരെ നയം എത്രയോ കാലം മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ബി.ജെ.പി. എത്രയോ കാലമായി പറയുന്നു. പക്ഷെ കേരളത്തിലെ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കാണാതെ പോകുന്നത് അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയും PDPയും SDP-യുമായുള്ള ബന്ധത്തിന്റെ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിഷയങ്ങൾ സതീശനടക്കമുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ അഡ്രസ്സ് ചെയ്യാത്തത്. ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂട്ട് കച്ചവടക്കാരാണ് ഇവിടുത്തെ LDF UDF എന്നതുകൊണ്ടാണ്. മാത്രമല്ല, ഈ ഒന്നാലോചിച്ച് നോക്കൂ, 2 ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ 2 ക്രിസ്ത്യൻ വിഭാഗത്തിൽ 2 സഹോദരിമാർക്ക് നേരെ ഛത്തീസ്ഗഡിൽ കേസുണ്ടായ സമയത്ത് കേരളത്തിന് തെരുവുകളിൽ ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ വേഷം കെട്ടിക്കൊണ്ട് ആടാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ ഒരു വിഷയത്തില്, ഈ ക്രിസ്ത്യൻ പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള ഈ ഒരു വിഷയത്തില് ഒരു പ്രതികരണം നടത്താൻ തയ്യാറാവാത്തതിന്റെ പിറകിൽ അവർക്ക് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും വോട്ട് വേണമെന്നതുകൊണ്ടാണ്. എത്ര പെൺകുട്ടികളാണ് ഇത്തരത്തില് ഇതേപോലെ ജിഹാദിനിരയായി എത്ര പെൺകുട്ടികളാണ് കേരളത്തില് കൊല്ലപ്പെട്ടിട്ടുള്ളത്? ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 3 ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ എന്താ പറയുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഒറ്റ ആഴ്ചക്കുള്ളിൽ. എന്തുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ ഈ വിഷയത്തിൽ കുറ്റകരമായ മൗനം പാലിക്കുകയാണ്? ബി.ജെ.പി. വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. കാരണം ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്ന ഈ പ്രശ്നം, അതിനെ അഡ്രസ് ചെയ്യാൻ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല. പകരം മറ്റു തരത്തിലുള്ള പല വിഷയങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റാനാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള CPM-ഉം കോൺഗ്രസും ശ്രമിക്കുന്നത്. അവര് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുമെന്നാണ് ബി.ജെ.പിക്ക് പറയാനുള്ളത്.